2 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടണിലെത്തി. ഇന്ത്യൻ സമയം പുലർച്ചെ 5-നാകും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്തുക. അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനങ്ങൾ വാങ്ങുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന വിഷയത്തിലും ഇരു രാജ്യങ്ങളും ചർച്ചയിൽ നിലപാട് വ്യക്തമാക്കും. ഈ വർഷം നടക്കുന്ന ക്വാഡ് ഉച്ചകോടിക്കായി ഡൊണാൾഡ് ട്രംപിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിക്കും. യുഎസും മറ്റ് രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന വ്യാപാര യുദ്ധം, ഗസ വിഷയം, അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ യുഎസ് നടപടി എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് മോദി ട്രംപ് കൂടിക്കാഴ്ച നടക്കുന്നത്. ജനുവരി 20-ന് യുഎസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്ന 4ാമത്തെ ലോക നേതാവാണ് നരേന്ദ്രമോദി. നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ, ജോർദാൻ രാജാവ് കിങ് അബ്ദുള്ള എന്നീ ലോക നേതാക്കൾ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 2 ദിവസത്തെ ഫ്രാൻസ് സന്ദർശനത്തിന് ശേഷമാണ് നരേന്ദ്രമോദി യുഎസിലേക്ക് എത്തിയത്. എന്തായാലും തന്റെ സുഹൃത്തായ പ്രസിഡന്റ് ട്രംപിനെ കാണാൻ കാത്തിരിക്കുകയാണെന്ന് യുഎസ് സന്ദർശനത്തിന് മുന്നോടിയായുള്ള പ്രസ്താവനയിൽ മോദി അറിയിച്ചിരുന്നു. ജനുവരിയിലെ അദ്ദേഹത്തിന്റെ ചരിത്രപരമായ തെരഞ്ഞെടുപ്പ് വിജയത്തിനും സ്ഥാനാരോഹണത്തിനും ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണെങ്കിലും ഇന്ത്യയും യുഎസും തമ്മിലുള്ള സമഗ്രമായ ആഗോള നയതന്ത്ര പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ആദ്യ ടൈമിൽ ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഊഷ്മളമായ ഓർമ്മകൾ തന്നിലുണ്ടെന്ന് മോദി വ്യക്തമാക്കിയിരുന്നു.